സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാടും കൊല്ലത്തുമാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. എല്ലാ ജില്ലകളിലും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തി. സംസ്ഥാനത്തുടനീളം ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ കനത്ത രീതിയിലേക്ക്, അതായത് ഉഷ്ണതരംഗ രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തൃശൂർ, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12:30 ശേഷം ഈ 3 ജില്ലകളിലും വലിയ രീതിയിൽ ചൂട് കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലധികം ചൂട് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയടക്കം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റെല്ലാ ജില്ലകളിലും, ഇടുക്കി, വയനാട് ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും ചൂട് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ 3 ജില്ലകളിലും വലിയ രീതിയിൽ ചൂട് ഉയരുന്നതുകൊണ്ടാണ് ഇവിടെ ഉഷ്ണതരംഗത്തിനൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കവച് സൈറൻ മുന്നറിയിപ്പ് ഇതിനു മുൻപ് തന്നെ സംസ്ഥാനത്തുടനീളം ഇത് പരീക്ഷണാടിസ്ഥാനത്തിലടക്കം നടത്തിയിരുന്നു. ആ ഒരു സൈറൻ മുഴങ്ങുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുമുണ്ട്. എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചൂട് കനത്ത രീതിയിൽ തുടരുന്നതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കാരണം ഈ സമയത്ത് ഉച്ചസമയങ്ങളിലടക്കം നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാനും നിർജ്ജലീകരണം അടക്കം ഒഴിവാക്കുകയും വേണം. ഒപ്പം മറ്റ് സാഹചര്യങ്ങൾ, അതായത് വീട്ടിനേക്ക് അകത്തേക്ക് അടക്കം ഏജന്റുക്കൾ അടക്കം കയറുന്നൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വേനൽ അവധി കൂടിയാണ്. കുട്ടികൾ വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിലടക്കം കൂടുതൽ ശ്രദ്ധ വേണമെന്നും ആരോഗ്യവകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇപ്പോൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും ചൂട് ഉയർന്നു തന്നെയാണ് നിൽക്കാനാണ് സാധ്യത. പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലും തൃശൂർ ജില്ലയിലും ചൂട് ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യത. മറ്റ് ജില്ലകളിലും സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ചൂട് ലഭിക്കുമെന്നാണ് പറയുന്നത്. മെയ് ആദ്യ വാരത്തോടു കൂടി മാത്രമായിരിക്കും ഈ ഒരു വേനൽ മഴയുടെ ഒരു സാധ്യത ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ട വേനൽ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഇന്നടക്കം ചൂട് തന്നെയാണ് എല്ലാവിടെയും അനുഭവപ്പെടുന്നത്. എന്ത് തന്നെയായാലും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് ഈ ജില്ലകളിലെ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.